കരുനീക്കത്തിൽ ഇന്ത്യക്ക് വേണ്ടി പകയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് കൈകോർത്ത് സാക്ഷാൽ റഷ്യയും ഉക്രൈനും ഇറങ്ങുന്നു. വിശ്വസിക്കാനാവുന്നില്ലല്ലേ? എങ്കിൽ കേട്ടോളൂ, ഇതാണ് സത്യം. അമേരിക്കയെയും നാറ്റോ സഖ്യകക്ഷികളെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ മാറ്റത്തിന് പിന്നിൽ ഇന്ത്യ എന്നൊരൊറ്റ കാരണം മാത്രമാണുള്ളത്. അതെ, വളരുന്ന ഇന്ത്യയെ പിണക്കുന്നത് അസാധ്യമല്ലേ? അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ട്രംപിന്റെ വരവിന് മുമ്പേ യുദ്ധക്കളത്തിൽ ഒരു അട്ടിമറി സംഭവിക്കുമോ? നമുക്ക് പരിശോധിക്കാം. ഇക്കഴിഞ്ഞ ദിവസം, അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ ഡിസംബർ 9 റഷ്യയിലെ കലിൻഗ്രാൻഡിലുള്ള യന്തർ ഷിപ്പ്യാർഡിൽ INS തുഷീൽ കമ്മീഷൻ ചെയ്തതോടെ ഇന്ത്യയുടെ നാവികശക്തി കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയാണ്. കമ്മീഷനിങ്ങിൽ പങ്കെടുത്ത പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് യുദ്ധക്കപ്പലിനെ ഇന്ത്യയുടെ വളരുന്ന സമുദ്രശക്തിയുടെ അഭിമാന സാക്ഷ്യമാണെന്നും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ദീർഘകാല സൗഹൃദത്തിലെ സുപ്രധാന നാഴികക്കല്ലാണെന്നും വിശേഷിപ്പിച്ചു. എന്നാൽ ഇന്ത്യയുടെ നാവികശക്തി വർദ്ധിപ്പിക്കുന്നതിന് പുറമെ INS തുഷീൽ കൂടുതൽ സവിശേഷമാണ്. കാരണം നമ്മൾ പറഞ്ഞു വെച്ചതുപോലെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടയിൽ കപ്പലിന്റെ എഞ്ചിന്റെ ഉറവിടം എന്ത് ഉക്രൈനാണ്. അത് തന്നെയാണ് ഈ സവിശേഷത വർദ്ധിപ്പിക്കുവാനുള്ള കാരണം. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ നാവികസേനയ്ക്കായി യുദ്ധക്കപ്പൽ നിർമ്മിക്കാൻ ഒരുമിച്ച് പ്രവർത്തിച്ച് റഷ്യയും ഉക്രൈനും കൈകോർത്ത് ഇറങ്ങിയിരിക്കുന്നു. സംഭവം എന്താണെന്ന് കൂടുതൽ വിശദമാക്കാം. 2016 ഇന്ത്യ റഷ്യയ്ക്ക് ഓർഡർ നൽകിയ 2 നാവിക കപ്പലുകളിൽ ഒന്നായ ഫ്രിഗേറ്റ് INS തുഷീൽ നിർമ്മിക്കാനാണ് യുദ്ധത്തിനിടയിലും റഷ്യയും ഉക്രൈനും ഒന്നിച്ചിരിക്കുന്നത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കഴിഞ്ഞ ദിവസം മോസ്കോയിൽ എത്തിയപ്പോൾ ഈ കപ്പൽ ഇന്ത്യക്ക് കൈമാറുകയും ചെയ്തു. 2018 ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി കമ്മീഷൻ ചെയ്യുന്ന ആദ്യത്തെ യുദ്ധക്കപ്പലാണ് INS തുഷീൽ. ഉക്രൈൻ എഞ്ചിനുള്ള യുദ്ധക്കപ്പൽ റഷ്യ ഇന്ത്യക്കായി നിർമ്മിച്ചത് ഇരു രാജ്യങ്ങൾക്കും ഇന്ത്യയോടുള്ള ബന്ധമാണ് ഇവിടെ വ്യക്തമാകുന്നത്. കപ്പലിന്റെ പ്രാഥമിക എഞ്ചിനുകൾ, ഗ്യാസ് ടർബൈനുകൾ എന്നിവ നിർമ്മിച്ചത് ഉക്രൈനിൽ വെച്ചാണ്. ഇന്ത്യൻ നാവികസേനയിലെ ഭൂരിഭാഗം കപ്പലുകളും ഉക്രൈൻ കമ്പനിയായ സോറിയ മാഷ്പ്രോക്ട് നിർമ്മിച്ച ഗ്യാസ് ടർബൈനുകളാണ് ഉപയോഗിക്കുന്നത്. എഞ്ചിനുകൾ യുദ്ധക്കപ്പലിൽ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇന്ത്യ ഇത് ഉക്രൈനിൽ നിന്ന് വാങ്ങി റഷ്യയിൽ എത്തിക്കുകയായിരുന്നു. റഷ്യയിൽ നിന്നുള്ള 2 കപ്പലുകൾക്ക് പുറമെ സമാനമായ 2 എണ്ണം കൂടി ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു വരികയാണ്. അവ ഗോവയിലെ കപ്പൽശാലയിൽ നിർമ്മിക്കാനാണ് സാധ്യതയുള്ളത്. ഡിസംബർ 9 കലിൻഗ്രാഡിലെ യന്ത്ര കപ്പൽശാലയിൽ ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ മൾട്ടി റോൾ സ്റ്റൈൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റായ INS തുഷീൽ കമ്മീഷൻ ചെയ്യും. രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശനത്തിന്റെ ഏറ്റവും സുപ്രധാന നാഴികക്കല്ല് കൂടിയാണിത്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് K ത്രിപാഠിയും ചടങ്ങിൽ രാജ്നാഥ് സിംഗിനെ അനുഗമിക്കും. അതേസമയം റഷ്യയിൽ നിന്ന് നേരിട്ട് 2 യുദ്ധക്കപ്പലുകൾ വാങ്ങാനും ഇന്ത്യക്ക് പദ്ധതിയുണ്ട്. ഈ പുതിയ കപ്പലുകൾക്ക് ഇന്ത്യയുടെ പ്രത്യേക ആശയവിനിമയ സംവിധാനങ്ങളും ആയുധങ്ങളും ഉൾക്കൊള്ളാനുള്ള സംവിധാനങ്ങളുമുണ്ട്. നടന്നുകൊണ്ടിരിക്കുന്ന സംയുക്ത സംരംഭ പദ്ധതികൾ 2018 ഇന്ത്യയും റഷ്യയും തമ്മിൽ ഒപ്പുവെച്ച കരാറിന്റെ ഭാഗമായി കമ്മീഷൻ ചെയ്യുന്ന ആദ്യത്തെ യുദ്ധക്കപ്പലാണ് INS തുഷീൽ. അടുത്ത വർഷം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ദക്ഷിണേഷ്യൻ രാഷ്ട്രത്തിലേക്കുള്ള സന്ദർശനത്തിന് മുന്നോടിയായിട്ടാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ റഷ്യൻ സന്ദർശനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് പുടിനെ ഇന്ത്യയിലേക്ക് ഔപചാരികമായി ക്ഷണിച്ചിട്ടുണ്ടെന്നും സന്ദർശനത്തിനുള്ള തീയതി 2025 ആദ്യം അറിയിക്കുമെന്നും ക്രെംലിൻ വക്താവ് യൂറി ഉഷാക്കോവ് പറഞ്ഞു. ഇന്ത്യയുടെയും റഷ്യയുടെയും തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് പ്രതിരോധ സഹകരണം. 2021 ഡിസംബർ 6 ഡൽഹിയിൽ നടന്ന ഇന്ത്യ റഷ്യ യോഗത്തിലാണ് 2021-31 വർഷത്തിലേക്കുള്ള കരാർ ഒപ്പുവെച്ചത്. ഇത് പ്രകാരം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആയുധ സംവിധാനങ്ങളുടെയും വിവിധ സൈനിക ഉപകരണങ്ങളുടെയും ഗവേഷണ വികസനം, ഉൽപാദനം എന്നീ മേഖലകളിൽ സൈനിക സാങ്കേതിക സഹകരണം കൂടുതൽ വികസിപ്പിക്കാം. കരാറിന്റെ അടിസ്ഥാനത്തിൽ റഷ്യയും ഇന്ത്യയും തമ്മിൽ ഇടയ്ക്കിടെ സായുധ സേനാംഗങ്ങളുടെ കൈമാറ്റങ്ങളും സൈനിക അഭ്യാസങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട്. അതേസമയം 7 പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന ഉഭയകക്ഷി ബന്ധമാണ് ഇന്ത്യക്ക് റഷ്യയുമായിട്ടുള്ളത്. മാത്രവുമല്ല, റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരനുമാണ്. സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രകാരം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ വിതരണക്കാരൻ റഷ്യയാണ്. അറിയാമല്ലോ, ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ബ്രാഹ്മോസ് മിസൈലുകൾ ഇന്ത്യൻ സായുധ സേനയുടെ പ്രധാന ഘടകമായും ന്യൂഡൽഹിയിലെ പ്രധാന കയറ്റുമതി ഇനമായും മാറിയിരിക്കുകയാണ്. ഈ വർഷം ആദ്യം ഫിലിപ്പീൻസിന് $375 മില്യൺ വിലമതിക്കുന്ന മിസൈലുകളാണ് ലഭിച്ചത്. തായ്ലൻഡ്, വിയറ്റ്നാം, സൗദി അറേബ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ മറ്റ് രാജ്യങ്ങൾ സൂപ്പർസോണിക് ആയുധങ്ങൾ ഏറ്റെടുക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട്. 2024 ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഒക്ടോബറിൽ ഖസാനിൽ മോദിയും പുടിനും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന് ശേഷം മറ്റ് രാജ്യങ്ങൾ റഷ്യക്കെതിരെ തിരിഞ്ഞ കാലത്ത് ഇന്ത്യ റഷ്യ പങ്കാളിത്തം വിജയകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. മാത്രവുമല്ല, ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയെ പരസ്യമായി വിമർശിക്കുന്നതിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നിരുന്നു. 22ാമത് ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബറിൽ റഷ്യയിലേക്ക് പോയി ആഴ്ചകൾക്ക് ശേഷമാണ് പ്രതിരോധ
പ്രതിരോധ മന്ത്രിയുടെ സന്ദർശനം നടന്നത്. 3ാം തവണയും അധികാരമേറ്റതിനു ശേഷമുള്ള തന്റെ ആദ്യ റഷ്യ സന്ദർശന വേളയിൽ ഇന്ത്യ റഷ്യ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് പ്രധാനമന്ത്രി മോദിക്ക് റഷ്യയുടെ പരമോന്നത ദേശീയ പുരസ്കാരമായ ദ ഓർഡർ ഓഫ് സെന്റ് ആൻഡ്രൂ ദി അപ്പോസ്റ്റിൽ സമ്മാനിച്ചിരുന്നു. അതുപോലെ തന്നെ ഇനി തുഷിലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കപ്പലിന്റെ എഞ്ചിൻ ഡെലിവറി കാരണം INS തുഷിൽ ഡെലിവറി വൈകിയത് ശ്രദ്ധേയവുമാണ്. ക്രിവാക് യുദ്ധക്കപ്പലായ INS തുഷിൽ ഉക്രൈനിലെ സോറിയ മാഷ്പ്രോക്റ്റിൽ നിന്നുള്ള എഞ്ചിനുകളാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഇതിനെപ്പറ്റി അറിവില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സമുദ്രവാതക ടർബൈൻ ഉൽപാദനത്തിലെ ഒരു ഭീമാകാരമാണ് സോറിയ മാഷ്പ്രോക്റ്റ് എന്ന് പറയുന്നത്. കൂടാതെ ഇന്ത്യൻ നാവികസേനയുടെ ഏകദേശം 30 കപ്പലുകൾ ഉക്രൈനിയൻ കമ്പനികളിൽ നിന്നുള്ള ഗ്യാസ് ടർബൈനുകളാണ് അവയുടെ പ്രാഥമിക പ്രൊപ്പൽഷൻ സ്രോതസ്സായി ഉപയോഗിക്കുന്നത്. നേരത്തെ ഇന്ത്യൻ നേവിയുടെ മുൻ വക്താവായ ക്യാപ്റ്റൻ DK ശർമ്മ ഉക്രൈനിലെ സംഘർഷത്തിന് ഇന്ത്യൻ നാവികസേനയെ തളർത്താൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതോടെ മോസ്കോയിലേക്കുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വിതരണം കീവ് നിർത്തി. ഇത് കപ്പൽ നിർമ്മാണത്തിൽ താൽക്കാലികമായി നിർത്തി. എന്നിരുന്നാലും അന്തർ സർക്കാർ ഉടമ്പടിയിലൂടെ ഇന്ത്യ ഉക്രൈനിയൻ കമ്പനിയുമായി കരാറുണ്ടാക്കി. കരാർ പ്രകാരം ന്യൂഡൽഹി നേരിട്ട് എഞ്ചിനുകൾ വാങ്ങുകയും പിന്നീട് റഷ്യയിലെ കപ്പൽ നിർമ്മാണ യാർഡിൽ എത്തിക്കുകയും ചെയ്യും. 125 മീറ്റർ നീളവും 3900 ടൺ ഭാരവുമുള്ള INS തുഷിൽ മാരകമായ പഞ്ച് പാക്കാണ് ചെയ്യുന്നത്. കൂടാതെ യുദ്ധക്കപ്പൽ നിർമ്മാണത്തിലെ റഷ്യൻ ഇന്ത്യൻ അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സമ്പ്രദായങ്ങളുടെയും ശ്രദ്ധേയമായ മിശ്രിതവുമാണ്. മറ്റുള്ളവയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിലവിൽ നാവികസേനയുടെ ഏറ്റവും വലിയ നശീകരണ കപ്പലായ INS കൊൽക്കത്തയ്ക്ക് 163 മീറ്റർ നീളവും 7500 ടൺ സ്ഥാനചലനവുമുണ്ട്. 30 നോട്ടുകളിൽ കൂടുതൽ വേഗത കൈവരിക്കാനുള്ള കഴിവും ഇതിനുണ്ട്. കപ്പലിന്റെ പുതിയ രൂപകൽപ്പന അതിനെ കൂടുതൽ മോടിയുള്ളതാക്കാൻ സഹായിക്കുന്നു. 8 ബ്രാമോസ് ലംബമായി വിക്ഷേപിക്കുന്ന കപ്പൽ വേദ ക്രൂയിസ് മിസൈലുകൾ, 24 മീഡിയം റേഞ്ച്, 8 ഷോർട്ട് റേഞ്ച് സർഫസ് ടു എയർ മിസൈലുകൾ, 100 MS തോക്ക്, ഇൻകമിംഗ് മിസൈലുകൾക്കെതിരായ അവസാന പ്രതിരോധത്തിനായി 2 ക്ലോസ് ഇൻ ആയുധങ്ങൾ എന്നിവയും കപ്പലിലുണ്ടാകും. കൂടാതെ അന്തർവാഹിനികളെ നേരിടാൻ 2 ഇരട്ട ടോർപിഡോ ട്യൂബുകളും റോക്കറ്റ് ലോഞ്ചറും ഇതിലുണ്ടാകും. റഡാറുകൾ, നാവിഗേഷൻ എയ്ഡുകൾ, സോനാർ, ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുകൾ, അഗ്നി നിയന്ത്രണ സംവിധാനങ്ങൾ, അതുപോലെ ഡീകോയിഡ് എന്നിവയുടെ ഒരു നിരയും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കാമോ 28, കാമോ 31 എന്നീ നവീകരിച്ച അന്തർവാഹിനി വിരുദ്ധ ഹെലികോപ്റ്ററുകളും വായുവിലൂടെയുള്ള മുൻകൂർ മുന്നറിയിപ്പ് ഹെലികോപ്റ്ററുകളും കയറാൻ കപ്പലിന് കഴിയുമെന്ന് പ്രതിരോധ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നാഷണൽ ഡിഫൻസ് മാഗസിന്റെ എഡിറ്റർ ഇൻ ചീഫും വേൾഡ് ആംസ്ട്രൈഡ് സെന്റർ ഫോർ അനാലിസ്റ്റിക് ഡയറക്ടറുമായ ഇഗോർ കൊറേച്ചെങ്കോ സ്പുട്നിക് ഇന്ത്യയോട് പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് INS തുഷിൽ വിപുലമായ അന്തർവാഹിനി വിരുദ്ധ യുദ്ധവും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു. ഇത് ബഹുമുഖമാക്കുന്നു. അതുപോലെ തന്നെ ഒന്നിലധികം ദൗത്യങ്ങൾക്കുള്ള ഒരു പ്ലാറ്റ്ഫോം കൂടിയാണിത്. പ്രാദേശിക എതിരാളികൾ കണക്കിലെടുത്ത് ഇന്ത്യയുടെ ഭൗമരാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കായി INS തുഷിൽ സേവിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പുഷ് അനുസരിച്ചാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ശക്തിയെ ചെറുക്കാനും INS തുഷിൽ ഇന്ത്യയെ സഹായിക്കും. ചൈനയുടെ നാവികസേന ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്നതാണെന്നും ശക്തിയുടെ കാര്യത്തിൽ US നാവികസേനയെ മറികടന്നിരിക്കാമെന്നും ചില വിദഗ്ധർ പറഞ്ഞിരുന്നു. തുഷിലിന് എന്തു തന്നെയായാലും ചൈനയെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്നാണ് പലരും പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ അതേസമയം യുദ്ധം അവസാനിപ്പിക്കാനുള്ള തങ്ങളുടെ നിലപാടുകൾ ഉക്രൈൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. 1991 അതിർത്തികൾ പുനഃസ്ഥാപിക്കുക, റഷ്യ നഷ്ടപരിഹാരം നൽകുക, അതുപോലെ യുദ്ധക്കുറ്റങ്ങൾ നടത്തിയവരെ ട്രിബ്യൂണലിൽ ഹാജരാക്കുക, ഇതൊക്കെയാണ് സെലൻസ്കിയുടെ പ്രധാന ആവശ്യങ്ങൾ. എന്നാൽ റഷ്യ ഉക്രൈനിന്റെ ഈ നിർദ്ദേശങ്ങളെ വ്യാമോഹം എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. കൂടാതെ ഡോണറ്റ്സ്ക്, ലുഗാൻസ്ക്, കെർസോൺ, സ്പൊറേഷ്യ, ക്രിമിയ എന്നിവയുടെ റഷ്യൻ നിയന്ത്രണം അംഗീകരിക്കണമെന്നാണ് റഷ്യയുടെ ആവശ്യം. ഇതിനു പുറമെ ഉക്രൈൻ നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കുകയും സൈനികവൽക്കരണം അവസാനിപ്പിക്കുകയും ചെയ്യണമെന്നും റഷ്യ അടിവരയിട്ട് പറയുന്നു. ഇരു രാജ്യങ്ങളും തങ്ങളുടെ നിലപാടിൽ ഇളവ് കാണിക്കാത്തതിനാൽ ഒരു സമാധാന കരാർ സാധ്യമാവുക ദുഷ്കരമാണ്. അതിനാൽ തന്നെ ഇത് സംബന്ധിച്ച് ട്രംപിന്റെ തീരുമാനമായിരിക്കും ഏറെ നിർണായകം. അതേസമയം ത്രികക്ഷി ചർച്ചകൾക്ക് ശേഷം സംയുക്ത പ്രസ്താവന ഇറക്കാതിരുന്നത് ആശയക്കുഴപ്പത്തിന് വഴിവെച്ചിട്ടുമുണ്ട്. ഈ കൂടിക്കാഴ്ച യുദ്ധപരിഹാരത്തിനാണോ അല്ലെങ്കിൽ മറ്റ് പരസ്പര താൽപര്യ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണോ എന്നൊന്നും വ്യക്തമല്ല. ഈ കൂടിക്കാഴ്ചയിലൂടെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു പുതിയ നയതന്ത്ര വഴിത്തിരിവ് ഉണ്ടാകുമോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം. എന്നാൽ യഥാർത്ഥ പുരോഗതി ഉണ്ടാകണമെങ്കിൽ റഷ്യയും സജീവമായി സമാധാന ചർച്ചകളിൽ പങ്കെടുക്കണമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരുടെ അഭിപ്രായം. അപ്പോൾ ഈ വലിയ മുന്നേറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എന്ത് തന്നെയായാലും തീർച്ചയായും കമന്റിൽ കുറിക്കൂ. കൂടാതെ ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താനായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.